പ്രൈസ് ലോർഡ്. പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തിലേക്ക് ക്രിസ്തുയേശുവിൽ നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ രാത്രിയിലും അതെ, നമ്മളിപ്പോൾ ഒരുമിച്ചായിരിക്കുന്ന ഈ നല്ല സമയം നിങ്ങൾ പ്രതീക്ഷിക്കുന്നതും നിങ്ങൾ കാത്തിരിക്കുന്നതും അതെ, ഏറ്റവും ശ്രേഷ്ഠമേറിയത് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ ദൈവത്തോടൊപ്പം അധിക ദൂരം നിങ്ങൾ മുൻപോട്ട് പോകുവാൻ ചിലർ കട്ടായം പറയുന്നുണ്ട്, മതി, ഇനി അധികമൊന്നും മുൻപോട്ട് പോകണ്ട, അല്ലെങ്കിൽ ഞങ്ങൾ പോകുവാൻ അനുവദിക്കത്തില്ല, ഇത്രയുമൊക്കെ മതി, അവൻ അവൾ അതെ നീ ഈ അവസ്ഥയിൽ തന്നെ നിന്നാൽ മതി. നിന്റെ ആഗ്രഹം പോലെ, നിന്റെ കൊതി പോലെ, നിന്റെ ഇഷ്ടം പോലെ അധികമൊന്നും മുൻപോട്ട് പോകണ്ട. ഇവിടെ കഷ്ടപ്പെട്ട് അങ്ങനെ ഞങ്ങൾക്ക് പറഞ്ഞ് ചിരിക്കുവാനും ഞങ്ങൾക്ക് കണ്ട് രസിക്കുവാനും ഒരാളായി അങ്ങനെ നിന്നാൽ മതി, അതെ എന്ന് പറഞ്ഞ് കട്ടായം പറഞ്ഞായിരിക്കുന്നവരുടെ മുമ്പിൽ ദൈവത്തോടൊപ്പം അധികം മുൻപോട്ട് പോകുവാൻ ആ ആത്മപകർച്ച, നിങ്ങളെ മുൻപോട്ട് നടത്തുന്ന ദൈവ സാന്നിധ്യം, ആ ആത്മപകർച്ച നിങ്ങളുടെ മേൽ വെളിപ്പെടുവാൻ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ അவ்விധത്തിൽ ഒത്തിരി നിങ്ങളെ മുൻപോട്ട് നടത്തുന്ന ദൈവത്തിൻ്റെ ശബ്ദം, ദൈവത്തിൻ്റെ ആലോചനയായി ഞാൻ കേട്ടു. നിങ്ങളോട് പറയുവാനുള്ളത് തന്നെ പ്രവചനദൂതായി നിങ്ങൾക്ക് കൈമാറി വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. പ്രാർത്ഥനയോടെ വലിയ പ്രതീക്ഷയോടെ ഒപ്പം വന്നാട്ടെ. അധികം മുൻപോട്ട് പോകുവാനുണ്ട്. ഇവിടെ മതി എന്ന് പറയുന്നവരെ മറികടന്ന് ഉൽപ്പത്തി പുസ്തകം 31-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ അപ്പനോ എന്നെ ചതിച്ച് എൻ്റെ പ്രതിഫലം 10 പ്രാവശ്യം മാറ്റി, എങ്കിലും എന്നോട് ദോഷം ചെയ്യുവാൻ ദൈവം അവനെ സമ്മതിച്ചില്ല. അതെ, നിന്നെ പറ്റിക്കുന്നവരെ, നിന്നെ ചതിക്കുന്നവരെ ദൈവം ചതിക്കും. സഹോദരാ, സഹോദരി, മാതാവേ, പിതാവേ, കുഞ്ഞുമക്കളെ കേൾക്ക്. നിങ്ങളെ പറ്റിക്കുന്നവരെ അതെ, അവരെ ദൈവം പറ്റിക്കും. നിങ്ങളെ ചതിക്കുന്നവരെ ദൈവം ചതിക്കും. നോക്കൂ, 1ഉം 2ഉം തവണയല്ല യാക്കോബ് എന്ന ഭക്തൻ വിളിച്ചു പറയുന്നു 10 പ്രാവശ്യം. ഞാൻ ഇങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുന്നു, ഏറ്റവും കുറഞ്ഞത് 10 പ്രാവശ്യമെങ്കിലും നിങ്ങളുടെ അപ്പൻ, ലാബാനെ കുറിച്ചാണ് കേട്ടോ, ലാബാന്റെ മക്കൾ മുൻപിൽ നിൽക്കുമ്പോൾ യാക്കോബ് പറയുകയാണ്, 10 പ്രാവശ്യമെങ്കിലും നിങ്ങളുടെ അപ്പൻ എൻ്റെ മുഖത്തു നോക്കി എന്നോട് ചിരിച്ചുകൊണ്ട് എന്നെ പറ്റിച്ചു, എന്നെ ചതിച്ചു, എന്നെ വഞ്ചിച്ചു. എന്നാൽ എൻ്റെ ദൈവമോ, താങ്ക് യു ലോർഡ്, എനിക്കത് ദോഷമായി വരുവാൻ ഇടവരുത്തിയില്ല. അതെ, അവർ പറ്റിക്കുന്നുണ്ട്, നിനക്കതറിയാം. വാക്ക് കൊണ്ട് അവർ പറ്റിക്കുന്നുണ്ട്. അവരുടെ ചിന്ത പോലും നീ പറ്റിക്കപ്പെടണമെന്നാണ്. അവരുടെ കൂട്ടുകെട്ടുകൾ നീ പറ്റിക്കപ്പെടുവാൻ വേണ്ടിയാണ്. നിന്നെ പറ്റിക്കുവാൻ വേണ്ടി കൂട്ടുകെട്ടുണ്ടാക്കുന്നവർ, നിന്നെ പറ്റിക്കുവാൻ വേണ്ടി വായ് തുറക്കുന്നവർ, സഹോദര, സഹോദരി, ആ തൊഴിലിടത്തിൽ പറഞ്ഞ് പറ്റിക്കുക. വേഗം ശരിയാക്കി തരാം, ധൈര്യമായിട്ട് നിൽക്ക്, നല്ല ശമ്പളം തരാം. അയ്യോ, കേൾക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. പ്രതീക്ഷിച്ച് കടന്നു പോയതാ. ഇതായിരിക്കുന്ന അവസ്ഥ മാറണമെങ്കിൽ അവർ പറ്റിക്കാനാണെങ്കിലും നിന്നോട് പറഞ്ഞത് നിന്റെ ജീവിതത്തിൽ നിറവേറണം. വേണ്ടേ? ആ സാലറി കിട്ടണം, അത്രയും കിട്ടണം, ആ തടഞ്ഞു വെക്കപ്പെട്ട സാലറി കിട്ടണം. പക്ഷെ പറ്റിക്കുക, മനഃപൂർവ്വമായി പറ്റിക്കുക, നിന്നെ പറ്റിക്കുവാനാണ് പറയുന്നതെന്ന് അറിഞ്ഞ് മനഃപൂർവ്വമായി പറ്റിക്കുവാൻ പറഞ്ഞ് നിന്നെ ചതിച്ചു കൊണ്ടിരിക്കുക. വേദനയാ. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട്, ഞാൻ ഇത്രയും അധ്വാനിച്ചിട്ട് എന്നെ പറ്റിക്കുവാണല്ലോ, സഹിക്കാൻ പറ്റുന്നില്ല അല്ലേ സഹോദര? എന്നാലും അവരെന്നെ പറ്റിക്കുന്നുണ്ടല്ലോ. ഞാൻ കഷ്ടപ്പെട്ടതല്ലേ, ഞാൻ ചോര നീരാക്കി, ഞാൻ വേർത്ത്, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, എൻ്റെ കുടുംബം എല്ലാം മാറ്റിവെച്ച് ഞാനിവിടെ അവർക്ക് വേണ്ടി കഷ്ടപ്പെട്ടത് അല്ലേ സഹോദരി? ഒരു അടിമയെ പോലെ, ഒരു നായെപ്പോലെ അതിനകത്ത് നീ പണിയെടുത്തിട്ട് കൃത്യമായിട്ട് ആ ശമ്പളം തരാതെ, നിനക്ക് നേരാൻ വണ്ണം ആഹാരം തരാതെ, ഒരു മെഡിക്കൽ സപ്പോർട്ട് തരാതെ നീ തളർന്ന് വീണു പോകുമ്പോൾ, നീ ക്ഷീണിച്ചു പോകുമ്പോൾ അവിടെ ഇട്ടും അടിമപ്പടി ചെയ്യിപ്പിക്കുന്ന, എന്തിനാ? നിന്നെ ഉപദ്രവിക്കുക കൂടെ ചെയ്യുന്നു. നീ കരയുക, ഒരാശ്വാസ വാക്ക് പറയുവാൻ ആരുമില്ല, ഒന്ന് ചേർത്ത് പിടിക്കുവാൻ ആരുമില്ല.
സാരമില്ല എന്ന് തോളത്ത് തട്ടി നല്ലത് പറയുവാൻ ആരുമില്ല. ചതി, അവിടെ എത്തിയത് ചതി. അവിടെ നിനക്ക് വേണ്ടി വഴി തുറന്നവരുടെ പ്രവൃത്തി ചതി. ആ ഭവനത്തിനകത്ത് ചിരിച്ച് നിന്നെ സ്വീകരിച്ച, ആ സ്ഥാപനത്തിൽ ചിരിച്ച് നിന്നെ സ്വീകരിച്ച, നിനക്ക് അപ്പോയിൻമെൻറ്റ് ഓർഡർ ഒപ്പിട്ട് തന്ന അതേ അവരുടെ ചതി. തളർന്നു പോവുക, പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത വിധം. കേൾക്ക്, അവിടെ ആ ചതി, അവരുടെ ചതി, അവരുടെ പറ്റിക്കൽ നിനക്ക് ദോഷമായി തീരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ദൈവദാസനെ, ചതിക്കപ്പെടുന്നത് ഞങ്ങളാണ്, വഞ്ചിക്കപ്പെടുന്നത് ഞങ്ങളാണ്, ആ വേദന അനുഭവിക്കുന്നതും അത് മുഖാന്തരമുള്ള കഷ്ടതയും കണ്ണുനീരും ഞെരുക്കവും അനുഭവിക്കുന്നതും ഞങ്ങളാണ്. പിന്നെ എങ്ങനെ നിങ്ങൾക്ക് പറയുവാൻ കഴിയും? എങ്ങനെ നിങ്ങൾക്ക് പറയുവാൻ കഴിയും? ദോഷം വരത്തില്ല. ഞാനല്ല പറയുന്നത്, അതെ നിങ്ങളോട് സംസാരിച്ച ഭക്തൻ പറയുക. ഉൽപ്പത്തി പുസ്തകം തന്നെ 31-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം തന്നെ 32-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അടിയനോട് കാണിച്ചിരിക്കുന്ന സകല ദയയ്ക്കും സകല വിശ്വസ്തതയ്ക്കും ഞാൻ അപാത്രമത്രേ. ഒരു വടിയോടുകൂടി മാത്രമല്ലോ ഞാൻ ഈ യോർദാൻ കടന്നത്, ഇപ്പോഴോ ഞാൻ 2 വലിയ കൂട്ടമായി തീർന്നിരിക്കുന്നു. ഇപ്പോഴോ ഞാൻ 2 വലിയ കൂട്ടമായി തീർന്നിരിക്കുന്നു. നീ പറയുവാൻ പോകുന്ന സാക്ഷ്യ സ്വരങ്ങളെ നിന്റെ മുഖത്ത് നോക്കി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ പ്രവചിച്ചു പറയുക. വലിയൊരു കൂട്ടമായി, താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ ചതിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പലരുടെയും പദ്ധതികൾക്കനുസരണമായി തളർന്നും തകർന്നുമായിരിക്കുന്ന നിന്നോട് തന്നെ ദൈവം നിന്നോട് കൂടിരുന്ന് നിന്നെ വർദ്ധിപ്പിക്കും. വലിയ കൂട്ടമായി, അതേ പരാജിതനായി തലകുനിച്ച് നിരാശയോടെ നീ മടങ്ങുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. ഒരു വടിയോടുകൂടെ യാക്കോബ് പറയുക, ഞാനൊരു വടിയോടുകൂടെയാണ് ഇവിടെ എത്തിച്ചേർന്നത്, ഇവിടെ ലാബാൻ്റെ ഭവനത്തിൽ എത്തിച്ചേർന്നത്. പ്രാണനും കയ്യിൽ പിടിച്ച് ഓടിയ ഓട്ടം നിങ്ങൾക്കറിയാമല്ലോ. കാരണം അത് വിടാം. മാനുഷികമായി ചിന്തിച്ചാൽ പറയാം, ഏശാവിനെ പറ്റിച്ചു. യാക്കോബിനോട് ചോദിച്ചാൽ യാക്കോബ് പറയും, എൻ്റെ കൊതിയാണ്, എനിക്ക് അനുഗ്രഹിക്കപ്പെടണം, എനിക്ക് മാനിക്കപ്പെടണം, എനിക്ക് അങ്ങനെ അടിച്ചമർത്തപ്പെട്ടവനായി, അങ്ങനെ ഒതുക്കപ്പെട്ടവനായി എനിക്ക് അങ്ങനെ ജീവിച്ചാൽ പറ്റത്തില്ല. എനിക്ക് ഉയരണം, എനിക്ക് ഉയർച്ച ഉണ്ടാകണം. അല്ലേ സഹോദര, സഹോദരി, നീ ഓടിയതും കഷ്ടപ്പെട്ടതും ശരിയോ തെറ്റോ എന്നൊന്നും നോക്കാതെ നീ, അതെ പലരുടെ മുഖം നോക്കാൻ പറ്റിയിട്ടില്ല, അതൊക്കെ ശരിയാ. കാരണം നിനക്ക് അനുഗ്രഹിക്കപ്പെടണം, നിനക്ക് മാനിക്കപ്പെടണം. അല്ലേ, ആ ഓടിയ നാളിൽ ഒരു വടി മാത്രം. ഇന്നായിരിക്കുന്ന സ്ഥാനത്ത് ആ വടി കൂടെ കവരുവാൻ വേണ്ടി അതാ സംഭവിക്കുന്നത്. ആ തൊഴിലിടത്തിൽ, അല്ലേ സഹോദര, സഹോദരി, അവിടെ ആ വടി കൂടെ എന്താ പാസ്പോർട്ടും പോയോ? അത് തന്നെ, ആ വടിയും കൂടെ പോയി. ആമേൻ. ചിരിച്ചത് കണ്ട് സങ്കടപ്പെടണ്ട. ചിരി നിന്റെ പാസ്പോർട്ട് പെയ്യതിനെ കുറിച്ച് ഓർത്തിട്ടല്ല. നീ 2 വലിയ കൂട്ടമായി, ദൂത സ്തോത്രം, നീ വലിയ കൂട്ടമായി വർദ്ധിക്കുവാൻ പോകുക. മടങ്ങി വരുവാൻ തക്കവണ്ണം യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി താങ്ക് യു ലോർഡ്. അവൻ ഈ വടി കൂടെ കവരുവാൻ വേണ്ടി അവൻ ചതിച്ചുകൊണ്ടിരിക്കുക. ഇവൻ്റെ വടി പോലും ഞാൻ കൊടുക്കത്തില്ല എന്ന്. ഓരോ തവണ ചതിക്കുമ്പോഴും വടി മാത്രമുള്ളവൻ അവൻ വർദ്ധിക്കുവാനായി തുടങ്ങി. താങ്ക് യു ലോർഡ്. അവർ ചതിക്കുമ്പോൾ, അവർ നിനക്ക് വിരോധമായി പദ്ധതി ഒരുക്കുമ്പോൾ, നിന്നെ തകർത്ത് കളയുവാൻ ഒന്നുമില്ലാത്തവനായി, തുണി പോലും എടുക്കുവാൻ കഴിയാതെ ഓടുവാൻ വിടത്തില്ല എന്നും പറഞ്ഞ് വാദിക്കുമ്പോൾ, കേൾക്ക്, നീ വർദ്ധിച്ചു കൊണ്ടിരിക്കുക. യേശുവിൻ നാമത്തിൽ വലിയ കൂട്ടമായി, ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ, വലിയ കൂട്ടമായി. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ദൈവദാസൻ എങ്ങനെയാണത് സംഭവിച്ചത്? വായിച്ചു നോക്ക് 31-ാം അധ്യായം. യാക്കോബിന് എന്ത് കിട്ടുന്നുവോ അവിടെ ദൈവ സാന്നിധ്യം ഇറങ്ങി. യാക്കോബിന്റെ തൊഴുത്തിൽ ആടുകൾ ഇടതടവില്ലാതെ പ്രസവിക്കുവാൻ തുടങ്ങി. അതേ, നിന്റെ നന്മ വർദ്ധിച്ചു വരും. ദൈവമുള്ള നിന്റെ നന്മ വർദ്ധിച്ചു വരും. കർത്താവിനെ കൂട്ടുപിടിച്ചിറങ്ങി നിന്റെ നന്മ വർദ്ധിച്ചു വരും. പ്രാർത്ഥിക്കുന്ന, ഉപവസിക്കുന്ന, കരയുന്ന നിന്റെ നന്മ വർദ്ധിച്ചു വരും. ആ വടിയും ഒടിച്ച് നിന്നെ അടിച്ചോടിക്കുമെന്ന് പറയുന്ന അതേ അവരുടെ മുൻപിൽ, അവരുടെ ചതിയിൽ നീ പെട്ടുപോകത്തില്ല. ദോഷം വരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. സഹോദരി, പറ്റിച്ചു കൊണ്ടിരിക്കുക നിന്റെ ഭർത്താവ് തന്നെ, വേറെ ആരാ? സ്തോത്രം. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം. ദോഷം വരണം. നീ പഠിക്കണം, നീ കുറെ പഠിക്കണം. അതാ സ്തോത്രം. പറ്റിക്കുക, ചതിക്കുക, മുഖത്ത് നോക്കി ഒന്ന് പറഞ്ഞിട്ട്
പുറംതിരിഞ്ഞ് ചതിക്കുക. അവർ ചതിക്കുക. എൻ്റെ ബന്ധുക്കളായി ചാർച്ചക്കാരായും അന്നേ ചതിച്ച് കൊണ്ടുപോയതാ. ഇപ്പോൾ ആ ചതിയുടെ ബലത്തിൽ ഉടുതുണി പോലും എടുക്കുവാൻ കഴിയാതെ നീ ഇറങ്ങി ഓടണമെന്ന് പറഞ്ഞ് ചതിക്കുന്നു. നിന്നെ ഭർത്താവില്ലാത്തവളാക്കി തീർക്കണം. യേശുവിൻ നാമത്തിൽ നീ ആ ഉദരത്തിൽ കരവച്ച് പ്രാർത്ഥിക്കുക. കർത്താവ് നിനക്ക് ഉദരഫലത്തെ നൽകി നിന്നെ അവിടെ വർദ്ധിപ്പിക്കുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപ. ഓ താങ്ക് യു ലോർഡ്. കർത്താവ് നിന്നെ വർദ്ധിപ്പിച്ച്, അതെ, കർത്താവ് നിനക്ക് തൊഴിൽ നൽകി വർദ്ധിപ്പിച്ച്. ഏത് മേഖലയിലാണോ നീ പഴികേട്ടത് ആ മേഖലയിൽ തന്നെ സ്തോത്രം. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ എവിടെയാണോ നീ ചതിക്കപ്പെട്ടത് അവിടെ തന്നെ ദൈവം നിന്നെ വർദ്ധിപ്പിക്കും. ആട്ടിൻകൂട്ടത്തിൽ ചതി വന്നത് അവിടെയാ. യാക്കോബ് ആട്ടിടയന, ആട്ടിൻകൂട്ടത്തിലാ ചതി വന്നേ. പക്ഷേ ദൈവം ആട്ടിൻ തൊഴുത്തിൽ ഇറങ്ങി. ചതി ദോഷമായി തീരാതിരിക്കുവാൻ വേണ്ടി നിന്റെ ഭവനത്തിനകത്തിൻ്റെ ദൈവം ഇറങ്ങുക. സ്തോത്രം. നിന്നെ ചതിക്കുന്ന, നിന്നെ പറ്റിക്കുന്ന, പറഞ്ഞ് പറ്റിക്കുന്ന, സ്തോത്രം, പറ്റിക്കൽക്കാരുടെ പ്രവൃത്തി നിനക്ക് ദോഷമായി വരാതിരിക്കുവാൻ ദൈവം ഇറങ്ങുക. സ്തോത്രം. നിന്റെ ഭവനത്തിനകത്ത് ദൈവം ഇറങ്ങുക. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക്. പറ്റിക്കുന്ന തലമുറകൾ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും പറ്റിക്കുന്ന സ്തോത്രം. പറ്റിപ്പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. മാതാവേ, നീ പറ്റിപ്പോകുവാൻ. അവർ പറ്റിക്കപ്പെടുന്നുണ്ട്. അവർ പറ്റിക്കപ്പെട്ട് അത് മുഖാന്തരം നീ പറ്റിക്കപ്പെടുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. അവർക്ക് ദോഷം ചെയ്യുവാൻ പലരും നിരൂപിക്കുമ്പോൾ ആ ദോഷത്തെ വലിയ കൂട്ടത്തിൻ്റെ ദോഷം ചെയ്യുവാൻ നിരൂപിക്കുമ്പോൾ നിന്റെ വർധനവാക്കി ദൈവം അതിനെ മാറ്റും. ഓ താങ്ക് യു ലോർഡ്. തിരിച്ചറിയുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവൾ പറ്റിക്കാൻ നോക്കിയ അമ്മേൻ സ്തോത്രം. അവൾ തന്നെ പറ്റി നിൽക്കുക സഹോദര. പലരുടെ വാക്ക് കേട്ട് അവളെ പറ്റിക്കപ്പെട്ടു. ഇപ്പം അവളും പലതും പറഞ്ഞ് നിന്നെ പറ്റിക്കുവാൻ നോക്കിയ അതിൻ്റെ കുടുംബവും തകർന്നു. സ്തോത്രം. ദോഷം വരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. സ്തോത്രം. യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒറ്റയ്ക്ക് മടങ്ങുവാൻ, ഒറ്റയ്ക്കായി തീരുവാൻ, ഒന്നുമില്ലാത്തവളായി തീരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഒരു വടിയോട് കൂടെ പോയവനെ രണ്ട് വലിയ കൂട്ടമാക്കി മാറ്റിയവൻ. മീൻസ് ആർക്കും അടുത്ത് ചെല്ലുവാൻ കഴിയാത്ത വിധത്തിൽ വർദ്ധിച്ച കൂട്ടമാക്കി മാറ്റിയവൻ. എവിടെയാണ് വർദ്ധിച്ചത്? ലാബാന്റെ ഭവനത്തിൽ. ആരാണ് ചതിക്കുവാൻ നോക്കിയത്? ലാബാൻ. ഓ താങ്ക് യു ലോർഡ്. ദൂത ആമേൻ. ആരാണോ ചതിക്കുവാൻ നോക്കുന്നത്, ആരാണോ നിന്നെ പറ്റിക്കുന്നത്, ആരാണോ നിന്നെ വഞ്ചിക്കുന്നത്, അവിടെ നീ വർദ്ധിക്കും. ആമേൻ. സ്തോത്രം. അതേനേ, അവിടെ തന്നെ നിങ്ങൾ വർദ്ധിക്കും. നിങ്ങളുടെ വർധനവിനെ തടുക്കുവാൻ ഒരു ശത്രുവിനും, അത് മനുഷ്യനാകട്ടെ പിശാചാകട്ടെ, അവർക്ക് കഴിയത്തേയില്ല. അവരുടെ കുതന്ത്രങ്ങൾക്ക് കഴിയത്തേയില്ല. അവൻ തന്ത്രശാലിയാണ്. അയ്യോ, അമ്മാതിരി തന്ത്രമുള്ള വേറൊരുത്തനില്ല. ആമേൻ. ലാബാൻ തന്ത്രശാലിയാണ്. പക്ഷേ ആ തന്ത്രശാലിയുടെ ഭവനത്തിനകത്ത്, ആ തന്ത്രശാലിയുടെ തൊഴുത്തിൽ തന്നെ യാക്കോബിനെ വർദ്ധിപ്പിച്ച ദൈവം. നീ ആയിരിക്കുന്ന സ്ഥാനത്ത്, മാതാവേ, നിൻ്റെ തലമുറകളായിരിക്കുന്ന സ്ഥാനത്ത് ഇപ്പം നിനക്ക് തിരിച്ചറിയാം. ഞങ്ങൾ കേട്ടതുപോലെയല്ല, ഞങ്ങൾ കരുതിയതുപോലെയല്ല. അവർ തന്ത്രശാലികളാണ്. അവർ പറ്റിപ്പിൻ്റെ ഉസ്താദുമാരാണ്. അവർ അവസരം കിട്ടിയാൽ, അയ്യോ എൻ്റെ പാവം പിടിച്ച കുഞ്ഞിനെ പറ്റിക്കും, അവളെ പറ്റിക്കും, അവനെ പറ്റിക്കും. അവിടെ അവർ വർദ്ധിക്കും. നിന്റെ തലമുറ എത്തപ്പെട്ട രാജ്യത്ത്, ആ സ്ഥാപനത്തിൽ പറ്റിക്കലിൻ്റെ ഉസ്താദുമാരാ. ആമേൻ. അവസരം കിട്ടിയാൽ അവന്മാർ വിടത്തില്ല. പക്ഷേ പ്രാർത്ഥിക്കുന്ന നിന്റെ തലമുറ അവിടെ വർദ്ധിച്ചു വരും. ആ രാജ്യത്ത് കടന്നുപോയായിരിക്കുന്ന, ആ രാജ്യത്ത് സാലറി കൃത്യസമയത്ത് കിട്ടാതെ, വർക്കിംഗ് ടൈം വെട്ടി കുറയ്ക്കപ്പെടുന്ന, പഠിക്കുന്ന, അതെ, ആ സ്ഥാപനത്തിൽ നിന്ന് പോലും പറ്റിക്കപ്പെടൽ നേരിടുന്ന, അതുകൊണ്ട് ആ പേപ്പർ കിട്ടാത്തത് മാറ്റി നിർത്തപ്പെടുകയാണ്. ഒഴിവാക്കുവാൻ ഒരുത്തനെ അവർ തിരഞ്ഞെടുത്തു. അത് നിന്റെ തലമുറയാ. അയ്യോ, ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടു, ഞാൻ ഒത്തിരി കരഞ്ഞു, അങ്ങോട്ട് കയറ്റിവിട്ടു. ഇതാ എൻ്റെ തലമുറ പറ്റിക്കപ്പെടുന്നു. പറ്റിക്കുന്നവർ അവിടെ, അവരുടെ മധ്യത്തിൽ എൻ്റെ ദൈവം അവരെ വർദ്ധിപ്പിക്കും. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ നിന്റെ തലമുറയെ എൻ്റെ ദൈവം അവിടെ വർദ്ധിപ്പിക്കും. നിന്റെ മകളെ ആ ഭവനത്തിനകത്ത് എൻ്റെ ദൈവം വർദ്ധിപ്പിക്കും. ഓ സ്തോത്രം. യേശുവിൻ നാമത്തിൽ ആമേൻ. സ്തോത്രം.
ഒരു വടിയോടുകൂടെ പോകുന്നവനെ പിടിച്ച് ഒതുക്കുവാൻ എളുപ്പമാണ്. ഒരു വടിയും യാക്കോബും. വർദ്ധിച്ചപ്പോ സ്തോത്രം. ഞാൻ പറയാൻ പോകുന്ന ദൂത് നിങ്ങൾ ഈ കോണ്ടസുമായി ബന്ധപ്പെടുത്തി മാത്രം ചിന്തിക്കുക. 32:26 ഉഷസ് ഉദിക്കുന്നുവല്ലോ എന്ന് അവൻ പറഞ്ഞതിന് നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് അവൻ പറഞ്ഞു. ആരോടാ പറയുന്നതെന്നറിയാമോ? ദൈവത്തോടൊരുത്തൻ മല്ലു പിടിക്കുക. യാബോക്കിൻ്റെ തീരത്ത്, കടവിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, സ്തോത്രം. ഒരു വടിയോടെ കൂടെ പോയപ്പോൾ ലാവാൻ ചിന്തിച്ച് ഈസിയായിട്ട് ഇവരെ പറ്റിക്കാമെന്ന്. പക്ഷെ വർദ്ധിച്ചപ്പോൾ ദൈവത്തോട് പോലും മല്ലു പിടിക്കുവാൻ തക്കവണ്ണം അവൻ ശക്തനായി തീർന്നു. ദൂത് മനസ്സിലായവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഓ സ്തോത്രം. ദൈവം യാക്കോബിന് മുമ്പിൽ, ഇനി ഞാൻ കൂടുതൽ പറയുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പിന്നെയാണ് പറ്റിക്കുന്നവർ. അവളെ പറ്റിക്കുവാൻ, നിൻ്റെ തലമുറയെ പറ്റിക്കുവാൻ എൻ്റെ ദൈവം അവരെ അനുവദിക്കത്തില്ല. അவ்விധത്തിൽ അവളെ എൻ്റെ ദൈവം വർദ്ധിപ്പിക്കും. ഓ താങ്ക് യു ലോർഡ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിന്നെ ആ ദേശത്തിൽ വർദ്ധിപ്പിച്ച്, ഓ ഒറ്റയ്ക്കാ കൊട്ടും പാട്ടുമായിട്ടിരിക്കുന്നു, നിന്നെ അവിടെ എൻ്റെ ദൈവം വർദ്ധിപ്പിക്കും. സഹോദരി, നിന്നെ അവിടെ എൻ്റെ ദൈവം വർദ്ധിപ്പിക്കും. നിന്റെ ഭവനത്തെ അവിടെ എൻ്റെ ദൈവം വിശാലപ്പെടുത്തും. അതിരുകൾ വിശാലപ്പെടുക. യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതിരുകൾ വിശാലപ്പെടുക. സ്തോത്രം. ഇപ്പോൾ തൊട്ടടുത്ത് നിന്നിട്ടാ ചവറ് കൊണ്ട് അങ്ങോട്ട് തള്ളും. തൊട്ടടുത്ത പറയുന്നത് വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റും. അയ്യോ, ഈ ചെവിയുടെ അടുത്ത് വന്നാണല്ലോ ഈ മുടിഞ്ഞ വിളിയും രാവിലെ കിടന്ന് വേളം വയ്ക്കുന്നത്. അതല്ലേ സഹോദരി? അവിടെ നിന്ന് ചവറിഞ്ഞിട്ട് തന്നാൽ ഇനി വീട്ടിനകത്ത് വാക്കിനകത്ത് കയറി വരിക ആണ്. ഇതെന്തൊരു പറഞ്ഞാലും കേൾക്കാം. ചെവി പൊത്തിയ ചിത്ര നേരം ഇരിക്കാൻ പറ്റും. അതല്ലേ അവസ്ഥ? ആ ഇട്ടാവട്ടത്തിനകത്ത്, അത് തന്നെ, ആ ഇടുക്കത്തിനകത്ത് ശത്രുവിൻ്റെ വാക്കുകൾ നിന്നെ വേദനിപ്പിക്കുന്നുണ്ട്, സ്വസ്ഥതയെ നഷ്ടപ്പെടുത്തുന്നുണ്ട്, സമാധാനത്തെ നഷ്ടപ്പെടുത്തുന്നുണ്ട്. ദൂത് പറയട്ടെ, കർത്താവ് വിശാലത വരുത്തുക. അങ്ങ് ദൂരെ നിന്ന് വിളിച്ചാലും കേൾക്കാത്ത വിധത്തിൽ വിശാലത വരുത്തുക. യേശുവിൻ നാമത്തിൽ അതിരുകൾ വിശാലപ്പെടുക. ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക്. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ ചിലരൊന്നും പറഞ്ഞാൽ കേൾക്കാത്ത വിധത്തിൽ വിശാലമാകുക. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ സ്തോത്രം. ഞാൻ ഇങ്ങനെ പറയുവാൻ, ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുവാൻ ആഗ്രഹിക്കുന്നു. ചിലരുടെ വാക്കുകൾക്ക് സ്വാധീനിക്കുവാൻ കഴിയാത്തൊരു തലത്തിലേക്ക് കർത്താവ് നിന്നെ കൊണ്ടുപോകുവാൻ പോകുക. ആമേൻ. സ്തോത്രം. പരിസര ഫാമിലിക്ക് ഒപ്പമുള്ളവർക്കറിയാം, യൂട്യൂബ് മിനിസ്ട്രി തുടങ്ങിയ ആരംഭ സമയത്ത്, വർഷങ്ങളായി കേട്ടോ. ആമേൻ. ആ സമയത്ത് ഞങ്ങൾ താഴെ ഹാളിലിരുന്ന മെസ്സേജ് ഇടുന്നത്. ആ സമയത്ത് അപ്പുറത്ത് നിന്നുള്ള ശബ്ദം പാട്ടയൊക്കെ കൂട്ടി ഡിസ്റ്റർബ് ചെയ്യുക എന്നുള്ള ലക്ഷ്യം. ആമേൻ. അപ്പോൾ കർത്താവ് എന്ത് ചെയ്തു? അവരുടെ കൈയും കാലും ഓടിച്ചെന്നാണോ? ഇല്ലെന്നേ. അവരവിടെ കിടന്ന് കൂട്ടട്ടെ. കൈകാലും എന്തിനാ ഓടിയുന്നേ? സ്തോത്രം. എനിക്കൊരു വിശാലത തന്നു. ആ വിശാലതയാണ് ഈ സ്റ്റുഡിയോ റൂം. അവരെത്ര അടിച്ചാലും, എത്ര വിളിച്ചാലും, എത്ര കുരച്ചാലും ഇതിനകത്ത് സൗണ്ട് വരത്തില്ല. ഏത് അവൻ ചില ശബ്ദങ്ങൾക്ക് സ്വാധീനിക്കുവാൻ കഴിയാത്ത ലെവലിലേക്ക് എൻ്റെ ദൈവം നിന്നെ ഉയർത്തുവാൻ പോകുക. ആമേൻ. ചിലരുടെ ശബ്ദങ്ങൾക്ക്, ചിലരുടെ പദ്ധതികൾക്ക്, ചിലർക്ക് ആഗ്രഹമുണ്ട് പറ്റിക്കണമെന്ന്. നിനക്ക് അടിപറ്റിക്കണമെന്നല്ല, നിന്നെ പറ്റിക്കണമെന്ന്, നിനക്കൊരു പണി തരണമെന്ന്. പക്ഷേ ആ പണിക്ക് എത്തിപ്പിടിക്കുവാൻ കഴിയാത്ത സ്ഥാനത്തേക്ക് എൻ്റെ ദൈവം നിന്നെ കൊണ്ടുചെന്ന് നിർത്തുക. ആമേൻ. സ്തോത്രം. അതിന് തക്കവണ്ണം യാക്കോബിൻ്റെ ആട്ടിൻതൊഴുത്തിൽ ഇറങ്ങി നടന്ന ദൈവം നീ ആയിരിക്കുന്ന സ്ഥാനത്ത്, നിന്റെ തൊഴിലിടത്തിൽ, നിന്റെ കുടുംബത്തിൽ, നിന്റെ തലമുറകളുടെ ജീവിതത്തിൽ, നിന്റെ ശുശ്രൂഷയിൽ ഇറങ്ങി നടക്കുക. ഓ താങ്ക് യു ലോർഡ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നീ ആയിരിക്കുന്ന സ്ഥാനത്ത് ചിലർക്ക് പറ്റിക്കുവാൻ കഴിയാത്ത വിധത്തിൽ നിന്നെ വർദ്ധിപ്പിക്കുവാൻ. സ്തോത്രം. ഈ ചെക്കന്മാരുണ്ടല്ലോ, ലാബാൻ്റെ മക്കള്, അപ്പനെ ഉടായിപ്പ. അപ്പം മക്കളെങ്ങനെയായിരിക്കും? അവന്മാർ വന്നിട്ട് യാക്കോബിൻ്റെ അടുത്തു, നീ ഞങ്ങളെ അപ്പനെ പറ്റിച്ചു, നീ ഇതെല്ലാം ഞങ്ങൾ അപ്പൻ്റെ ഒന്ന് എടുത്തുകൊണ്ട് പോവുകയാണ്. യാക്കോബ് പറയുക, എടാ പിള്ളാരെ, കുറഞ്ഞത് ഒരു 10 തവണയെങ്കിലും നിൻ്റെ അപ്പൻ എന്നെ പറ്റിക്കാൻ നോക്കി, എന്നിട്ട് ദൈവം എനിക്ക് ദോഷം വരുവാൻ അനുവദിച്ചില്ല. പിന്നെയാ നിന്റെ പറച്ചിലൊരു ടോൺ മാറാൻ പോവുക. അയ്യോ അവർ പറ്റിക്കുന്നേ, അയ്യോ അവർ എനിക്ക് വിരോധമായിട്ട് നിൽക്കുന്നേ, നുണ പറയുന്നേ, അപവാദം പറയുന്നത്, എന്നെക്കുറിച്ച് ഇല്ലാത്തതെല്ലാം പറഞ്ഞു കൊടുക്കുന്നേ. ഈ ടോണ് മാറിയിട്ട്
യാക്കോബ് പറഞ്ഞ ടോണ് വരുവാൻ പോകുക. നിന്നേക്കെ കാലം വലിയവന്മാർ ഇവിടെ ഈ സ്ഥാപനത്തിൽ. സഹോദരി, നീ പറയാൻ പോവുക, ഈ വീട്ടിനകത്ത് എന്നെ തകർത്ത് കളയുവാൻ പദ്ധതി ഒരുക്കിയതാ, എന്നെ പറ്റിക്കുവാൻ, എനിക്ക് ശമ്പളം തരാതെ എന്നെ ഇവിടെ നിന്ന് ഓടിക്കുവാൻ പദ്ധതി ഒരുക്കിയതാ. സ്തോത്രം. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. പിന്നെയാ നീയൊക്കെ അവർ വിചാരിച്ചിട്ട് പറ്റിയില്ല. സഹോദര, നീ പറയാൻ പോവുക, ഓ താങ്ക് യു ലോർഡ്, വലിയ ടീംസ് വിചാരിച്ചിട്ട് പറ്റിയില്ല, നല്ല പൊസിഷൻ ഉള്ളവർ വിചാരിച്ചിട്ട് പറ്റിയില്ല, ആ രാജ്യത്ത് പിടിയുള്ളവർ വിചാരിച്ചിട്ട് പറ്റിയില്ല, നിന്നെ ആ ജയിലിനകത്തൊന്ന് കിടത്തുവാൻ, 2 ദിവസമെങ്കിലും അതിനകത്ത് കിടത്തുവാൻ, വിസ ഒന്ന് ബാൻ ചെയ്യുവാൻ, ഒരു ലീഗൽ പ്രൊസീജിയറിനകത്തുകൂടെ നിന്നെ കയറ്റി വിടുവാൻ ബിരുദന്മാർ ശ്രമിക്കുന്നുണ്ട്. അതെ, ഇത് തീരുന്നില്ല. ഇതിന് ശേഷം അടുത്ത ചിലരോട് നീ പറയാൻ പോവുക, എടാ നിന്നിൽ വലിയവന്മാർ പണി തന്നിട്ട് ആ പണിയും തട്ടിക്കളഞ്ഞിട്ട് നിൽക്കുന്നവനാ ഞാൻ. സ്തോത്രം. ഒരു വല്ലാത്തൊരു സ്ട്രെസ്സിലായിരിക്കുക നീ. പറ്റിക്കപ്പെടും, പിടിക്കപ്പെടും. ഇല്ല, കർത്താവ് നിന്നെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി നീ വർദ്ധിക്കുക. ചിലർക്ക് നിന്റെ നേർക്ക് നിന്ന് സംസാരിക്കുവാൻ പോലും കഴിയാത്ത വിധത്തിൽ അതേ പ്രിയരെ, ദൈവം നിങ്ങളെ വർദ്ധിപ്പിക്കും. നിങ്ങളുടെ തലമുറകളെ ആ ദേശത്ത് ദൈവം വർദ്ധിപ്പിക്കും. ഇന്നവർ പറ്റിക്കപ്പെടുക, ചതിക്കപ്പെടുക, മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരികൾക്കും കൂട്ടുകെട്ടിനും ദൈവത്തിൽ നിന്ന് അകന്നവരായി പിടിക്കപ്പെട്ടായിരിക്കുമ്പോൾ തിരിച്ചറിയ്. സ്തോത്രം. ഞാനിങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുന്നു. യാക്കോബ് സ്തോത്രം ഉപായിയാണ്. മാനുഷ്യമായി ചിന്തിച്ചാൽ അവൻ ഒരു ഉപായിയാണ്. അപ്പോൾ ദൈവികമായിട്ട് ചിന്തിച്ചാൽ ഉപായിയാണ്. ദൈവം പാപത്തോട് കോംപ്രമൈസ് ചെയ്യുന്നില്ല. ആമേൻ. സ്തോത്രം. പക്ഷെ നോക്കിയേ, ഈ ചെക്കൻ വർദ്ധിച്ചു വരുവാൻ, യാക്കോബാണ് വർദ്ധിച്ചു വരുവാനുള്ള കാരണം. കുറച്ചൊന്ന് പിന്നിലേക്ക് പോയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെ ഒരു അബ്രഹാമിനിപ്പുറം ഒരു ഇസഹാക്കിനിപ്പുറം അപ്പന്മാർ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നത്, അപ്പന്മാർ ദൈവത്തിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ചത്. അതേ, നിൻ്റെ കണ്ണുനീർ, നിൻ്റെ നിലവിളി, ആ ശബ്ദം കേൾക്കാതെ ദൈവം പോകത്തില്ല. പറ്റിക്കപ്പെടുവാൻ, ചതിക്കപ്പെടുവാൻ, പല കൂട്ടുകെട്ടുകളാലും നിൻ്റെ തലമുറ ചതിക്കപ്പെടുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. അതേ, നിൻ്റെ കുഞ്ഞ്, നിൻ്റെ മകൾ, അവൾ ചതിക്കപ്പെടുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ആ വടി കൂടെ നഷ്ടപ്പെടുത്തി. ഓ സ്തോത്രം. ആമേൻ. ആ പഠനം അങ്ങുഞ്ഞു എത്താതെ വീട്ടിനകത്ത് വന്നിരിക്കാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. അവളുടെ പ്രാർത്ഥനയല്ല, അവൻ്റെ പ്രാർത്ഥനയല്ല, നിൻ്റെ പ്രാർത്ഥന. നീ ഭക്തയായതുകൊണ്ട്, നീ ദൈവസേനയിൽ വില കൊടുത്ത് നിൽക്കുന്നവളായതുകൊണ്ട്, അതെ, അവൾ ചതിക്കപ്പെടുവാൻ, അവൾ വഞ്ചിക്കപ്പെടുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. സ്തോത്രം. പറ്റിക്കുവാൻ നോക്കുന്നുണ്ട്. പല നിലകളിൽ പറ്റിക്കപ്പെട്ട ചിലർ കേൾക്കുന്നുണ്ട്. ആമേൻ. ലാഭം വിചാരിച്ചു, ഞാൻ ഇവരെ പറ്റിച്ചു. നിന്നെ പറ്റിച്ചവർ, നിന്റെ നന്മ കൈവശമാക്കിയവർ, ആ കേസ് കൊടുത്ത് നിനക്ക് ലഭിക്കേണ്ടതിനെ തടഞ്ഞു വെച്ചവർ, നിന്നെ പുറത്താക്കുവാൻ നോക്കുന്നവർ, കേൾക്ക്, അവർ വിചാരിക്കുന്നുണ്ട് അവർ പറ്റിച്ചു. പക്ഷേ കർത്താവ് പറയുക, നിന്നെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. ഓ താങ്ക് ലോർഡ്. യേശുവിൻ നാമത്തിൽ ആ വടിയുടെ സൈസ് മാറുകയാണ്. വടി വലിയ കൂട്ടമായി മാറുക. യേശുവിൻ നാമത്തിൽ നിന്റെ ജീവിതത്തിൽ ഇന്നായിരിക്കുന്ന ആ ഇല്ലായ്മയുടെ അനുഭവങ്ങൾ വർധനവിനും വിശാലതയ്ക്കും കാരണമായി മാറുക. ഒരു വശത്ത് അവർ ചതിക്കുമ്പോൾ മറുവശത്ത് ദൈവം നിന്നെ വർദ്ധിപ്പിക്കും. യേശുവിൻ നാമത്തിൽ എന്തൊക്കെയാണോ നിന്നിൽ നിന്ന് ചതിച്ച് കവരുവാൻ അവർ ശ്രമിക്കുന്നത്, ലാബാൻ്റെ ആഗ്രഹം എന്താ? ഇവൻ്റെ തൊഴുത്തിനകത്തുള്ള മുഴുത്തതെല്ലാം വേണം. ലാഭം മുഴുത്തതിനെ പിടിക്കുമ്പോൾ ദൈവം ഇവിടെ യാക്കോബിനെ വർദ്ധിപ്പിക്കുവാനായി തുടങ്ങി. ഓ താങ്ക് യു ലോർഡ്. ചിലർ നിന്നിൽ നിന്ന് വിലയേറിയ പലതിനെയും പിടിക്കുമ്പോൾ നീ തിരിച്ചറിഞ്ഞോ, ദൈവം നിന്നെ വർദ്ധിപ്പിക്കുവാനായി തുടങ്ങും. അവർ വിലയില്ലാത്തതായി കണ്ടതിനെ ദൈവം വർദ്ധിപ്പിക്കുവാനായി തുടങ്ങും. ഓ സ്തോത്രം. ഇതുകൊണ്ട് അവൻ രക്ഷപ്പെടത്തില്ല എന്ന് പറഞ്ഞ് ചിലതിട്ട് തന്നിട്ടില്ലേ, അതിനെയൊക്കെ ദൈവം വർദ്ധിപ്പിക്കുവാൻ പോകുക. ഓ താങ്ക് യു ലോർഡ്. ആമേൻ. സ്തോത്രം. പറ്റിക്കപ്പെടുവാൻ ദൈവം അനുവദിക്കത്തില്ല. പ്രാർത്ഥിക്കുവാൻ, ഉപവസിക്കുവാൻ, ദൈവസന്നിധിയിൽ വിശ്വസ്തരായിരിക്കുവാൻ നിങ്ങൾ തയ്യാറാണോ? നോക്കൂ, ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു വടിയോടുകൂടെ യാത്ര തിരിക്കുന്ന യാക്കോബിനെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. അപ്പനില്ല, അമ്മയില്ല, സഹോദരനില്ല, ആരുമില്ല. ലൂസ് എന്ന മരുഭൂമിയിൽ ദൈവം മാത്രം. അതേ, സ്വപ്നം കണ്ട് ആ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തോടൊപ്പം യാത്ര തിരിക്കുന്ന, നേർച്ച നേർന്ന് ദൈവത്തോടൊപ്പം യാത്ര തിരിക്കുന്ന യാക്കോബ്. പ്രിയരെ, എവിടെയെങ്കിലും നിങ്ങൾ ആ ദൈവത്തെ വിട്ടുകളഞ്ഞുവെങ്കിൽ ഇന്ന് ദൈവത്തോടൊപ്പം നിങ്ങൾ യാത്ര തുടങ്ങുക.
നിങ്ങൾ അധിക ദൂരം മുൻപോട്ട് പോകേണ്ടതുണ്ട്. അവർ പറയും നിങ്ങൾ പോകണ്ട, ഈ മരുഭൂമിയിൽ നിങ്ങൾ ഒറ്റപ്പെട്ട് നശിച്ചു പോകട്ടെ. പക്ഷേ നിങ്ങൾക്കൊത്തിരി മുൻപോട്ട് പോകേണ്ടതുണ്ട്. വലിയ കൂട്ടവുമായി നിങ്ങൾ മടങ്ങേണ്ടതുണ്ട്. ഒരു ശത്രുവിനും പിടിച്ചടക്കുവാൻ കഴിയാത്ത വിധത്തിൽ ഓടിച്ചവർക്കും ഓടുവാൻ ഇടയായ സാഹചര്യങ്ങളിൽ നിൽക്കുന്നവർക്കും നിങ്ങളെ പിടിച്ചടക്കുവാൻ കഴിയാത്ത വിധത്തിൽ ദൈവവുമായി ചേർന്നുള്ളൊരു ജീവിതം. നിങ്ങൾ ചോദിക്കും, എങ്ങനെയാണ് ദേവദാസനെ ദൈവവുമായി ചേർന്ന് യാക്കോബിനെ പോലെ ഞങ്ങൾക്ക് ജീവിക്കുവാൻ കഴിയുക? ഈ തിരക്ക് പിടിച്ച ലോകത്തിൽ, ജഡം അറുമാദിച്ചു പുളയ്ക്കുന്ന ഈ ലോകത്തിൽ, ജഡത്തിൻ്റെ ഇഷ്ടങ്ങൾക്ക് പിന്നാലെ ജഡം നമ്മെ വലിച്ചു കൊണ്ടുപോവുക. കണ്ണിന് ഇഷ്ടപ്പെട്ടത്, ശരീരത്തിന് ഇഷ്ടപ്പെട്ടത്, ചിന്തയ്ക്ക് ഇഷ്ടപ്പെട്ടത്, ജഡം 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 പെരുകിക്കൊണ്ടിരിക്കുക. അവിടെ ഉപവാസത്തോടെ ആ ജഡത്തെ ഒന്ന് കീഴ്പ്പെടുത്തി ആത്മാവിൻ്റെ ഇഷ്ടമനുസരിച്ച് നടക്കുവാൻ, ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് നടക്കുവാൻ ഒരുക്കമാണോ? ഉപവസിക്കുവാൻ ഒരുക്കമാണോ? വർദ്ധിക്കും. ഒരു വടി 2 വലിയ കൂട്ടമായി വർദ്ധിക്കും. പറ്റിക്കുന്നവർ പറ്റിപ്പോയെന്ന്, ഞങ്ങൾ പറ്റിപ്പോയി എന്ന് ചമ്മിച്ച് തലകുണിക്കും. പ്രാർത്ഥിക്കുക, ഉപവസിക്കുക. അപ്പോൾ നിങ്ങൾ പിന്നെയും ചോദിക്കും, എങ്ങനെയാ ദേവദാസനെ ഒറ്റയ്ക്ക് ഉപവസിക്കുന്നത്? പ്രൈസർ ഫാമിലി നിങ്ങൾക്കൊപ്പം ഉണ്ട്. നിങ്ങളുടേത് മാത്രമായൊരു വിഷയത്തിന് അതെ ആ ഒരു വടി 2 കൂട്ടമായി മാറുവാൻ പറ്റിക്കുന്നുണ്ട്, പറ്റിക്കപ്പെടുന്നുണ്ട്. അയ്യോ, ഇങ്ങനെ പറ്റിക്കപ്പെട്ട് പോകാതിരിക്കുവാൻ ഉപവസിച്ച് പ്രാർത്ഥിക്കുവാൻ പ്രൈസർ ഫാമിലിക്ക് കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടേത് മാത്രമായ ഒരു വിഷയത്തിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് ഉപവസിക്കാം. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. ആ വലിയ കൂട്ടമായി നിങ്ങൾ മാറും. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹ ബാഗിൽ ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും ഷെയർ ചെയ്തും എത്തിക്കുക. എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 11:30 മണി മുതൽ പ്രൈസർ ഫാമിലിയുടെ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുക. ലൈവായി നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കും. വരുന്ന ആഴ്ചകളിൽ അത് നിങ്ങളുടെ സാക്ഷ്യമായി മാറും. എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതൽ വിശുദ്ധ സഭാരാധന ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ഒരു ആരാധന അനുഭവം മിസ് ചെയ്തായിരിക്കുന്നുവോ അവിടെ ജോയിൻ ചെയ്യുക. കടന്നു വരുവാൻ കഴിയുന്നവർ, മറ്റൊരാലയത്തിൽ കടന്നു പോകാത്തവർ കടന്നു വരിക. 12 മണി മുതൽ പ്രൈസർ ഫാമിലിയുടെ കുഞ്ഞുങ്ങളുടെ സഭ, അവരും വളരുമെന്നേ. ഒരുത്തരം പിടിച്ചു വയ്ക്കുവാൻ കഴിയാത്ത വിധത്തിൽ. ലിങ്കുകൾ അവൈലബിൾ അല്ലെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. എന്ന കണ്ണടച്ചോ വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, അനുഗ്രഹീതമായിരിക്കുന്ന നല്ല സമയം അപ്പാ. ചതിക്കപ്പെട്ട് പറ്റിക്കപ്പെട്ട് പലരുടെയും വാക്കുകളാൽ പറ്റിക്കപ്പെട്ട് പലരുടെയും ഇഷ്ടങ്ങളാൽ പറ്റിക്കപ്പെട്ട് ഒതുക്കപ്പെട്ടു പോയവർ കർത്താവെ, ഇവരെ അങ്ങ് പുറത്തു കൊണ്ടുവരണമേ അപ്പാ. പറ്റിക്കുന്നവരുടെ മുമ്പേ, പറ്റിക്കുവാൻ കച്ചകെട്ടി ഇറങ്ങിയവരുടെ മുമ്പേ ഇവരെ അങ്ങ് വർദ്ധിപ്പിച്ച് മാനിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവെ. വലിയ കൂട്ടമാക്കി യാക്കോബിനെ മാറ്റിയ കർത്താവെ, ഇവർക്ക് വേണ്ടി അങ്ങ് അത്ഭുതം പ്രവർത്തിക്കണം. ഇവരുടെ തൊഴിൽ സാഹചര്യങ്ങൾ അനുകൂലവും അനുഗ്രഹവുമായി തീരട്ടെ. തൊഴിലില്ലാതെ ഭാരപ്പെടുന്നവർക്ക് അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ സാഹചര്യങ്ങൾ അങ്ങ് ഒരുക്കി നൽകണമേ. തൊഴിലിടങ്ങളിൽ സമൃദ്ധി ഉണ്ടാകട്ടെ. എല്ലാ ഞെരുക്കങ്ങളും ഇല്ലായ്മകളും ഇവരെന്ന് അനുഭവിച്ച് കരയുന്ന നിരാശപ്പെടുന്ന എല്ലാ ഞെരുക്കങ്ങളും ഇല്ലായ്മകളും മാറിപ്പോകട്ടെ. വർധനവും വിശാലതയും ഉണ്ടാകട്ടെ. കടഭാരങ്ങൾ മാറട്ടെ. കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം വഴികൾ തുറക്കപ്പെടട്ടെ. ഇവരുടെ നന്മകളെ തടഞ്ഞു വയ്ക്കുന്ന ശത്രുവിൻ്റെ പദ്ധതികൾ തകർക്കപ്പെടട്ടെ. ഇവർക്ക് ലഭിക്കേണ്ടത് ഇവർക്ക് ലഭിക്കട്ടെ. ശമ്പള വർധനവ് ലഭിക്കട്ടെ. പ്രമോഷൻ ലഭിക്കട്ടെ. ആനുകൂല്യങ്ങൾ ലഭിക്കട്ടെ. സാലറികൾ തടഞ്ഞു വയ്ക്കപ്പെട്ടത് ഇവരിലേക്ക് തന്നെ തിരികെ വരട്ടെ. ഇവരുടെ കുടുംബജീവിതം അനുഗ്രഹമായി തീരട്ടെ. മനോഹരമായ ഭവനങ്ങൾ പണിത് ദേശത്തിൽ പാർത്ത് കർത്താവിൻ്റെ നാമത്തെ ഇവർ ഉയർത്തട്ടെ. ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ. മദ്യപാന വ്യഭിചാര വെറിക്കൂത്തുകൾ കുടുംബങ്ങൾക്കകത്തുനിന്ന് മാറിപ്പോകട്ടെ. ഇവരെ രോഗികളാക്കി നിരാശപ്പെടുത്തുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്ന എല്ലാ പൈശാചിക സ്വാധീനങ്ങൾ വിട്ടുമാറട്ടെ. ഡിപ്രഷൻ മാറിപ്പോകട്ടെ. ഉറക്കമില്ലായ്മകൾ മാറിപ്പോകട്ടെ. എല്ലാ ഫ്രസ്ട്രേഷനും മാറിപ്പോകട്ടെ. ഇവരുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അപ്പോൾ അവരുടെ വിദ്യാഭ്യാസം, ഭാവി, മുൻപോട്ടുള്ള ജീവിതം അനുഗ്രഹമായി തീരട്ടെ. ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുങ്ങപ്പെടട്ടെ. രാജ്യങ്ങളുടെ വാതിലുകൾ ഇവർക്ക് മുമ്പിൽ, ഇവരുടെ തലമുറകൾക്ക് മുമ്പിൽ തുറക്കപ്പെടട്ടെ. വിവാഹം നടക്കട്ടെ. ഉദരഫലങ്ങൾ ജനിക്കട്ടെ. സ്വന്തം ഭവനമില്ലാത്ത ഭാരപ്പെടുന്നവർ മനോഹരമായ ഭവനങ്ങൾ നൽകണമേ. വസ്തുക്കൾ വാങ്ങട്ടെ. വാഹനങ്ങൾ വാങ്ങട്ടെ. IATS, OET, പ്രോമെട്രി എക്സാമുകൾ എഴുതി വിശാലത ആഗ്രഹിച്ചായിരിക്കുന്നവർ ആ വർധനവ് വിശാലതയും ഇവരുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. പ്രാർത്ഥനാ ജീവിതമുള്ളവരായി മാറട്ടെ. അതേ ഒരു വടിയുടെ അനുഭവം മാറി വലിയ കൂട്ടമായി ഇവർ മാറട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുമല്ലോ. ഒപ്പം നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെയും സഭാരാധനയുടെയും ലൈവിൻ്റെ ലിങ്കുകൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരെയും ജോയിൻ ചെയ്യിപ്പിക്കുക. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളെ പകലും ദൈവം വെച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമനെ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരെയ്ക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 11 മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു.
നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേഷർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക. പാസ്റ്റർ രതീഷ് JS, മൊബൈൽ നമ്പർ 8921632290. സിസ്റ്റർ വിജി രതീഷ്, മൊബൈൽ നമ്പർ 7561838946. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രേഷർ ഫാമിലിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക.